വയസ്സായ മനുഷ്യൻ എന്ത് ചെയ്താലും അത് ശരിയാകും. ഒരു കാലത്ത് ഒരു രാജ്യത്ത് ഒരു പഴയ വീടുണ്ടായിരുന്നു. ഒരു ചെരിഞ്ഞ മേൽക്കൂരയിൽ എല്ലാത്തരം ചെടികളും വളർന്നിരുന്നു. അതിനകത്ത് ഒരു വയസ്സായ ദമ്പതികൾ താമസിച്ചിരുന്നു. അവർ വളരെ പാപ്പരായിരുന്നു. അവരുടെ ആകെ ആശ്രയം ഒരു കുതിരയായിരുന്നു. ആ ദമ്പതികൾ വ്യാപാരികൾക്ക് കുതിര വാടകയ്ക്ക് നൽകി പകരം ധാന്യങ്ങൾ വാങ്ങിയിരുന്നു. അവർ ഒരിക്കലും കൂടുതൽ ആഗ്രഹിച്ചിരുന്നില്ല. അവർക്ക് ലഭിക്കുന്നതിൽ നിന്ന് അവർ സന്തുഷ്ടരായിരുന്നു. ഓ, നോക്കൂന്നേ, നമ്മുടെ മേൽക്കൂരയിൽ വലിയൊരു തുള. പക്ഷെ അതിന്റെ ഒരു നല്ല കാര്യം ശ്രദ്ധിച്ചോ? നമ്മുടെ വീടിന്റെ ജനൽ എല്ലാം ദ്രവിച്ചിരിക്കുന്നു. ആ വലിയ തുള കാരണം നമുക്ക് നമ്മുടെ ജനൽ നന്നാക്കുന്നതിന്റെ ചെലവ് ലാഭിക്കാമല്ലോ. നീ നോക്കിയില്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ തണുപ്പത്തും മഴയത്തും എന്തു ചെയ്യും? നമുക്ക് കാശുണ്ടാക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് നോക്കേണ്ടി വരും. ഓ, കിട്ടി. മാർക്കറ്റിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ കുതിരയെ വിൽക്കാം. നമുക്ക് മോശമല്ലാത്ത പണം കിട്ടും. 5 വെള്ളി നാണയം അല്ലെങ്കിൽ 7 വെള്ളി നാണയം ആയിരിക്കാം. അതെനിക്ക് കിട്ടിയാ കൊള്ളാം. ഓ, തീർച്ചയായും. എന്റെ ഈ വയസ്സൻ എന്ത് ചെയ്താലും അത് ശരിയാകും. വയസ്സൻ മാർക്കറ്റിലെ ഉത്സവത്തിനായി പുറപ്പെട്ടു. വഴിയിലായിരുന്നു ഒരു പാൽക്കാരന്റെ വീട്. എന്താ? ഓ, കുറെ പാലുണ്ടല്ലോ അവിടെ. അതെ, ആണോ? നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തെ? നിങ്ങൾക്കെങ്ങനെ അറിയാം? നല്ലൊരു കുതിരയാണല്ലോ. എന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ. ഈ കുതിര നിനക്ക് കിട്ടിയാൽ നിനക്ക് സന്തോഷമാകുമെങ്കിൽ നമ്മൾക്കിത് കൈമാറ്റം ചെയ്യാം. കൈമാറ്റമോ? നിങ്ങൾ എന്റെ പശുവിന് പകരം നിങ്ങളുടെ കുതിര തരുമോ? പറയൂ. തീർച്ചയായും ഇത് സാധ്യമാണ്. എനിക്കൊരു പശുവിനെ കിട്ടിയാൽ സന്തോഷമാവും. എന്നാ ശരി, കുഴപ്പമില്ല, ഞാൻ ചെയ്യും. കച്ചവടം നടന്ന സന്തോഷത്തിൽ വയസ്സനായ ആൾ ഉത്സവത്തിനായി നടന്നു. അയാൾ വാതുക്കെയുള്ള നീണ്ട നിരയിൽ നിന്നപ്പോൾ, ഹലോ ഹരി. ഹായ്. എന്താ നിനക്കൊരു സന്തോഷമില്ലാത്തതുപോലെ? എന്റെ കടാകടീനായ പശുവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്റെ ഭാര്യ എന്നോട് അതിനെ പകരം എന്തെങ്കിലും നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു ആടിനേക്കാളും എന്താ നല്ലതെന്ന്. പക്ഷെ അവൾക്ക് അതുകൊണ്ട് സന്തോഷമായില്ലെന്നേ. അവൾ എന്നെ ആ ആടിന് പകരം എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ ഇതിനു പകരം എന്ത് കിട്ടുമെന്ന്. അത്രേ ഉള്ളോ? നിനക്ക് ഭാഗ്യമുണ്ട് കൂട്ടുകാരാ. ഞാൻ എന്റെ കുതിരയിൽ ഇപ്പോ ഒരു പശുവിനെ കച്ചവടം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് ആലോചിച്ചാൽ എന്റെ ഭാര്യ ഒരു ആട് കണ്ടാൽ സന്തോഷിക്കും. അതിന്റെ പൂട ഞങ്ങളെ തണുപ്പത്തെ ചൂടും നൽകും. നിനക്ക് എന്റെ പശുവിന് പകരം ആ ആടിനെ തരാൻ പറ്റുമോ? ആടിന് പകരം പശുവോ? ഉറപ്പാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓ അതെ, ഉറപ്പായിട്ടും മോനെ. അങ്ങനെ ആ കച്ചവടം ഉറപ്പിച്ചു. വയസ്സായ ആൾ ഭാര്യയുടെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. ശരിയാ പറഞ്ഞത്. എന്താണ് ആടിനേക്കാളും നല്ലതായിട്ടുള്ളത്? അവരെ കുറിച്ച് എന്താണ് കരുതുന്നത്? ഞാൻ ആകെ ചോദിച്ചത് ഒരു ഡസൻ ആപ്പിളല്ലേ. എന്നു മുതലാണ് മുട്ടയ്ക്ക് വിലയില്ലാതെ പോയത്? ഓ മാഡം, എന്താണ് പ്രശ്നം? എന്റെ ദൈവമേ, എന്റെ ഇന്ന് കാറ്റു പോകും. ഞാൻ ആദ്യമേ ആ കാക്കയുടെ നിലവിളി, ഇപ്പൊ പിന്നെ പശുവിന്റെ കരച്ചിൽ, പിന്നെ ആ കുതിരയുടെ മോങ്ങൽ, പിന്നെ ആ താറാവിന്റെ ഒച്ചപ്പാട്, ഇപ്പോ ഈ വയസ്സന്റെ ഒച്ചപ്പാട്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓ, ഞാൻ നിലവിളിച്ചതല്ല. നിൽക്കൂ. ഞാൻ നിലവിളിച്ചെന്നോ? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ കണ്ടാൽ ഒരു നല്ല സ്ത്രീയാണെന്ന് തോന്നും. ആരെങ്കിലും നിങ്ങളെ കണ്ടാൽ നിലവിളിക്കുവോ? എന്നോട് ക്ഷമിക്കൂ ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾ ഇത്രയും ദേഷ്യത്തിൽ? എന്റെ താറാവിന്ന് 3 മുട്ടയിട്ടു. അത് 2നേക്കാളും കൂടുതലല്ലേ? 1, 2, 3. ഞാൻ ആകെ ചോദിച്ചത് ഒരു ഡസൻ ആപ്പിൾ, അതിനു പകരം താറാവ്.
പക്ഷെ അവര് പറഞ്ഞു ഇത് പറ്റത്തില്ല എന്ന്. എന്ന് മുതലാണ് 3 മുട്ട കുറഞ്ഞതായത്? ഓ, ഈ താറാവ് എന്ന് 3 മുട്ട ഇട്ടോ? കൊള്ളാലോ കാര്യം. ആ താറാവിനെ സ്വന്തമാക്കാൻ ആരും ആഗ്രഹിക്കും. അതെനിക്കറിയാം. ഓ, ഞാൻ നിങ്ങളോട് സംസാരിച്ച് സമയം കളയാനില്ല. അപ്പൊ പിന്നെ കാണാം. ഗുഡ് ബൈ. നിൽക്കൂ. ഒരു ആടിനെ തന്നാൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ? എന്റെ ആട് നിങ്ങൾക്ക് ഞാൻ താറാവിന് പകരം തരാം. ആടോ? അതും ഒരു താറാവിന് പകരോ? അത്രേ ഉള്ളോ? നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? എനിക്ക് ഈ മുഴുപ്രാന്തിനുള്ള സമയമില്ല. അല്ല, ഞാൻ നിങ്ങളെ കളിയാക്കുവല്ല. എന്റെ ഭാര്യയ്ക്ക് ഈ താറാവിനെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണോ? ഇത് വിശ്വസനീയമല്ല. ശരി, നിങ്ങൾക്ക് ഈ താറാവ് വേണ്ടിയേ തീരുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആടിന് പകരം തരാം. ആ കച്ചവടം നടന്നു. വയസ്സായ ആളിന്റെ ആട് പോയെങ്കിലും ആ വഴക്കുണ്ടാക്കിയ സ്ത്രീയെക്കാളും സന്തുഷ്ടനായിരുന്നു അയാൾ. ഇരുട്ടായതും വയസ്സായ ആൾ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ അയാൾ ഒരു മനുഷ്യൻ കോഴിയുമായി സംസാരിക്കുന്നത് കണ്ടു. അതും വളരെ മോശമായി. ഒരു മുട്ടയിടാനായി ഞാൻ നിനക്ക് എന്ത് തരണം? നീ എന്റെ കൂടെ കാലങ്ങളായി ഉണ്ട്, പക്ഷെ എനിക്കിതുവരെ ഒരു മുട്ടയും തന്നില്ലല്ലോ. ഈ കോഴിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുമോ? നല്ല തമാശ മിസ്റ്റർ. ഞാൻ ഈ സുന്ദരിയായ കോഴിയോട് സംസാരിച്ചോട്ടെ? എന്ത്? ഈ കോഴി നിങ്ങൾക്ക് സുന്ദരിയായി തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ വളരെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. പ്രശ്നങ്ങളായി തോന്നുന്നത് അതൊരു പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ശരി, എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ഈ കോഴിയുമായി എന്തോ പ്രശ്നമുള്ളതുപോലെ. ഈ താറാവ് നിങ്ങളെ സന്തോഷിപ്പിക്കുമോ? ഞാൻ നിങ്ങളുടെ കോഴിക്ക് പകരം ഞാൻ എന്റെ താറാവിനെ തരാം. എന്ത്? ഈ കോഴിക്ക് പകരം ഒരു താറാവോ? നിങ്ങൾക്ക് ഉറപ്പാണോ? തീർച്ചയായും. എന്റെ ഭാര്യ എന്നോട് ഒരു ലാഭമുള്ള കച്ചവടം ചെയ്യാനാ പറഞ്ഞത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത് ലാഭമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. അവൾ എന്റെ നെറ്റിയിൽ ചുംബിച്ചു പറയും, എന്റെ വയസ്സായ ആൾ എന്ത് ചെയ്താലും അത് ശരിയാണെന്ന്. എന്നാ ഞാനാരാ വേണ്ട എന്ന് പറയാൻ? വയസ്സൻ ആ കോഴിയെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. ഏയ്, നീ നന്നായിരുന്നോണം. എനിക്ക് ഒച്ച എടുക്കാൻ ഇഷ്ടമല്ല. എനിക്ക് വിശക്കുന്നു. അവന്റെ ചോക്ലേറ്റിൽ 6 മാഷ്മെലോസ് ഉണ്ടല്ലോ. എന്റെ 5 എണ്ണമേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ശരിയാണെന്ന്? പക്ഷെ സർ, ഞങ്ങളുടെ കയ്യിൽ ഇത്രയും മാഷ്മെലോസേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്റെ പ്രശ്നമേ അല്ല. ഞാൻ സഹായിക്കണോ? ഇപ്പോൾ നിങ്ങളുടെ 2 പേരുടെ കയ്യിലും 5 എണ്ണമേ ഉള്ളൂ. ശരിയാ പറഞ്ഞത്. ഇയാൾ നമ്മുടെ പ്രശ്നം തീർത്തല്ലോ. നീ അവിടെ എന്താണ് ചെയ്യുന്നത് ഡേവ്? എഴുന്നേക്ക്, ഇതെല്ലാം വൃത്തിയാക്ക്. ഇത് നിന്റെ കുറ്റമാണ്. എന്നെ നോക്ക്, ആ ചാക്കിന്റെ വലിപ്പം നോക്ക്. ഞാൻ അതിനെ അല്ല വലിക്കേണ്ടത്, അതിന് പകരം അത് എന്നെയാണ് വലിക്കേണ്ടത്. ഓ, എന്റെ ദൈവമേ, ഒന്ന് വാ എന്റെ പൊട്ട ചാക്ക്. ഓ, ഈ ചാക്കിൽ എന്താണ് മോനെ? ചീഞ്ഞ ആപ്പിൾ. അതിനെ കളയാൻ കൊണ്ടുപോവുക. ഞാൻ ഓർക്കുന്നു, ഒരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കരിഞ്ഞുപോയി. ആകെ ഉണ്ടായിരുന്നത് ഒരു ചീഞ്ഞ ആപ്പിൾ മാത്രമാണ്. എന്റെ ഭാര്യയുടെ കയ്യിൽ അതിപ്പോഴും ഉണ്ട്. ഒരു ചാക്ക് നിറയെ ചീഞ്ഞ ആപ്പിൾ കൊണ്ടുപോയാൽ അവൾക്ക് എന്ത് സന്തോഷമാകും. ഞാൻ അത് എടുത്തോളാം. പകരം എന്റെ കോഴി നിനക്ക് ഇപ്പൊ തന്നെ എടുക്കാമല്ലോ. ഞാൻ എന്താണ് ഇപ്പൊ കേൾക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കോഴിയെ ഈ ചാക്ക് നിറയെ ചീഞ്ഞ ആപ്പിളിന് പകരം കൊടുക്കാൻ പോവാണോ? തീർച്ചയായും. ഇതേ ഉള്ളൂ എന്റെ കയ്യിൽ തരാൻ. പിന്നെ നിങ്ങളുടെ ഭാര്യ ഇത് കണ്ട് സന്തോഷിക്കുമോ? തീർച്ചയായും.
അവൾ എന്റെ നെറ്റിയിൽ ചുംബിച്ചു പറയും, എന്റെ വയസ്സൻ എന്തു ചെയ്താലും അത് ശരിയാണെന്ന്. ഞാൻ കേട്ടതിൽ ഏറ്റവും നല്ല തമാശയായത്. ഇത് കേൾക്കൂ മനുഷ്യ, നിങ്ങൾ ഈ കോഴിയെ കുറച്ച് കാശിനായി വിൽക്കൂ. ഒരു ചാക്ക് നിറയെ ചീഞ്ഞ ആപ്പിൾ ഒരു സന്തോഷമോ ഭാഗ്യമോ തരില്ല, പക്ഷെ പണം തീർച്ചയായും തരും. ഓ, പക്ഷേ നിങ്ങളുടെ കയ്യിൽ നോക്കിയാൽ നല്ല കാശുള്ളത് പോലെ ഉണ്ട്. പക്ഷേ ഒരു മാഷ്മെല്ലോ കാരണം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വന്നു. ഒരു എക്സ്ട്രാ മാഷ്മെല്ലോ തിന്നത് കൊണ്ട് എനിക്കൊരു ചെലവും ഉണ്ടായില്ല, പക്ഷെ അത് നിങ്ങളെ സന്തോഷിപ്പിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ പണത്തിന് സന്തോഷം തരാൻ പറ്റുമെന്ന്. പക്ഷെ ഈ ചാക്ക് നിറയെ ചീഞ്ഞ ആപ്പിളിന് എനിക്ക് സന്തോഷം തരാൻ കഴിയും. സാധ്യമല്ല, എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം, നമുക്കൊരു പന്തായം വെച്ചാലോ? പന്തായമോ? ഓ, നിങ്ങൾക്കറിയാമില്ലേ, അതൊരു പന്തായമാണ്. അതായത് ഇവനൊരു പന്തായം വെക്കും, അതിനു പകരമായി നിങ്ങളും വെക്കും. അഥവാ ഇവൻ ജയിച്ചാൽ അയാൾ നിങ്ങളും തോക്കും, പിന്നെ നിങ്ങളും ജയിച്ചാൽ ഇവനും ജയിക്കും, അതുപോലെ തന്നെ ഇവനും ജയിക്കും. നീ എപ്പോഴും ഇങ്ങനത്തെ മണ്ടത്തരം എഴുന്നള്ളിക്കാതിരിക്കൂ ഹെൻറി. വളരെ എളുപ്പമാണ്. ഞാനൊരു 100 സ്വർണ്ണ നാണയം പന്തായം വെക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരും. നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭാര്യയോട് പറയണം, ഞങ്ങളുടെ മുമ്പിൽ. അഥവാ അവർ നിങ്ങളുടെ നെറ്റിയിൽ ചുംബിച്ചു പറഞ്ഞാൽ, എന്റെ വയസ്സൻ എന്ത് ചെയ്താലും അത് ശരിയാണെന്ന് പറഞ്ഞാൽ 100 സ്വർണ്ണ നാണയം എന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ തരും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി എന്റെ കയ്യിൽ തരാൻ ഒന്നുമില്ലല്ലോ. സാരമില്ല, എനിക്കറിയാം ഞങ്ങൾ ഈ പന്തായത്തിൽ തോക്കുമില്ലെന്ന്. പക്ഷേ അതൊരു നല്ല കാര്യമല്ലല്ലോ എന്റെ കയ്യിൽ തിരിച്ചു തരാൻ ഒന്നുമില്ലെങ്കിൽ. അകട്ടിപ്പോയി. ഞാൻ തോറ്റാൽ നിങ്ങൾക്ക് ഈ ചീഞ്ഞ ആപ്പിളിന്റെ ചാക്കുകളിൽ എടുക്കാം. ഡീൽ. ഡീൽ. അയാൾ 2 ഇംഗ്ലീഷ്മെനെയും കൂട്ടി വീട്ടിലെത്തി. ഭാര്യ സന്തോഷത്തോടെ അതിഥിയെ സ്വാഗതവും ചെയ്തു. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു പ്രിയതമേ? ഓ, വല്ലാത്തൊരു ദിവസം. ഞാൻ കുറച്ച് ചെടിക്കായി മിസ്സിസ് എറിക്സനെ കാണാൻ പോയി. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ ഒരു ചീഞ്ഞ ആപ്പിൾ പോലും എന്റെ കയ്യിലില്ല. വിശ്വസിക്കാൻ പാടാ, അവർക്ക് ഇത്രയും പണമുണ്ടായിട്ടും എനിക്ക് തരാൻ അവരുടെ കയ്യിൽ ഒരു ചീഞ്ഞ ആപ്പിൾ പോലും ഇല്ലെന്ന്. ആ, നമ്മുടെ കുതിരയെ വിൽക്കാൻ സാധിച്ചോ? എന്താണ് ഈ ചാക്കില്? ഓ, ഞാൻ സാധിച്ചു. ഞാൻ പോകുന്ന വഴി ഒരു പശുവിനെ വാങ്ങി. ഓ ഹണി, ആ പാവം പശുവിനെ എന്തിനാ ചാക്കിലാക്കിയത്? ഓ അല്ല, എന്റെ കയ്യിൽ പശു ഇല്ല. ഞാൻ അതിനെ ആടിന് പകരം വിറ്റു. ഓ, വളരെ നല്ലത്. അതിന്റെ പൂട നമ്മളെ തണുപ്പത്ത് സംരക്ഷിക്കും. പക്ഷേ ആ ആട് എങ്ങനെ ചാക്കിൽ ശ്വാസം നേടും? ഓ അല്ല, എന്റെ കയ്യിൽ ആടില്ല. ഞാൻ അതിന് പകരം ഒരു താറാവിനെ വാങ്ങിച്ചു. ഓ, താറാവോ? നന്നായി. ഞാൻ അടുത്തുള്ളവരോട് താറാവിന്റെ തീറ്റ വാങ്ങാം. അത് വേണ്ട, ഞാൻ ആ താറാവിന് പകരം ഒരു കോഴിയെ വാങ്ങി. ഓ, നിങ്ങൾ എല്ലാം ആലോചിക്കുന്നു. എന്തായാലും നമുക്ക് മുട്ട കിട്ടണം. പക്ഷേ ഒരു മൃഗവും ചാക്കിൽ കഴിയാൻ പാടില്ല. ഞാൻ ചെന്ന് ഓ വേണ്ട 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 ഹണി, ഞാൻ ഒരു ചീഞ്ഞ ആപ്പിളിന് പകരം കോഴിയെ കൊടുത്തു. ഇംഗ്ലീഷ്മൻ വയസ്സായ ആളിൽ ചിരിക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി അയാളുടെ ഭാര്യ ദേഷ്യപ്പെടുമെന്ന്. ഓ, ഈ ചാക്കിൽ എന്താ ചീഞ്ഞ ആപ്പിളോ? ഓ, നിങ്ങൾക്ക് പഴയ ആപ്പിൾ മരം ഓർത്തുവല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി അത് കരിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞത്. നിങ്ങൾക്കറിയോ ഞാൻ എങ്ങനെയാ അവസാനത്തെ ആപ്പിൾ സൂക്ഷിച്ചു വെച്ചതെന്ന്? ഓ, ഞാൻ മിസ്സിസ് എറിക്സനെ കാണിച്ചു കൊടുക്കാം. അവരുടെ കയ്യിൽ ഒരു ചീഞ്ഞ ആപ്പിൾ പോലുമില്ല. പക്ഷേ എന്റെ കയ്യിൽ ചാക്ക് നിറയുണ്ട്. ആരാണ് ധനികർ? ഓ, ഹസ്ബൻഡ്. എനിക്കറിയാം എന്റെ വയസ്സൻ എന്ത് ചെയ്താലും അത് എല്ലാം ശരിയാണെന്ന്. ഇംഗ്ലീഷ്മൻ അവരുടെ വാക്ക് പാലിച്ചു. അവർക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ നൽകി. അവർ അതുകൊണ്ട് വിട പറഞ്ഞു. പാവം ദമ്പതികൾ. അവർ ഒരു കുതിര, പശു, ആട്, കോഴി എല്ലാം കളഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്.
നിനക്കൊന്നും മനസ്സിലായില്ലേ ഹെൻറി ഇന്ന്, അതോ വെറുതെയാണോ? ആ പഴയ ദമ്പതികൾ വളരെ ബുദ്ധിമാനാണ്. അവർ നമുക്ക് ഒരു പാഠം പഠിപ്പിച്ചു, അതും വളരെ വലിയ പാഠം. കണ്ടോ, അവരുടെ കുതിര പോയി, അങ്ങനെ പശു, താറാവും കോഴിയും പോയി. പക്ഷേ അവർ അതൊന്നും ഓർത്ത് കരഞ്ഞില്ല. നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിച്ചിരിക്കണം. അതാണ് നല്ല ജീവിതത്തിന്റെ താക്കോൽ. അത്രയുള്ളോ? ഒരു താക്കോൽ കൊണ്ട് പൂട്ട് തുറക്കാം, പക്ഷേ പൂട്ടയില്ലെങ്കിൽ താക്കോലിന് എന്ത് ബലം? അതുപോലെ തന്നെ നിങ്ങൾ ആ താക്കോലിന്റെ പൂട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചാലേ നമുക്ക് നല്ലൊരു ജീവിതം തുറക്കാൻ പറ്റൂ. നീ ഭയങ്കരൻ തന്നെയാണ് കൂട്ടുകാരാ. വീണ്ടും നിന്നോടൊരു ചോദ്യം ചോദിക്കരുത് എന്നെന്നെ ഓർമ്മിപ്പിക്കണം, കേട്ടോ? ഓ, പക്ഷേ ഞാൻ ഓർമ്മിപ്പിക്കാൻ മറന്നുപോയാലും നീ എന്നെ അത് ഓർമ്മിപ്പിച്ചിരിക്കണം. ആ കാര്യം നീ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഓർത്തിരിക്കാനാണ്? അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ നീ എന്നെ ഓർമ്മിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ചോദ്യവും ചോദിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ആ ദമ്പതികൾ സന്തോഷത്തോടെ ജീവിച്ചു. ആ വയസ്സൻ എപ്പോഴും ശരിയേ ചെയ്തുള്ളൂ.